ഇ-കൊമേഴ്സിൽ മെറ്റ ആഡ്സ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് ക്യാമ്പയിൻ ചെയ്യണോ അതോ മാനുവൽ ചെയ്യണോ? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി നമുക്ക് ഇതിനൊരു കംപ്ലീറ്റ് ആയിട്ട് ആൻസർ എന്ന് പറയാൻ ഇത് പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് ആണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പ്ലസ് ആണ് ഇപ്പോൾ മെറ്റ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ആഡ്സ് പാനലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾ അഡ്വാൻറ്റേജ് പ്ലസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാനുവൽ ക്യാമ്പയിൻ സെലക്ട് ചെയ്താലും അത് നമ്മളെ പ്രോംപ്റ്റ് ചെയ്യുന്നത് അഡ്വാൻറ്റേജ് പ്ലസ് ചെയ്യാൻ വേണ്ടിയാണ്. കംപ്ലീറ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് പ്ലസിന് വേണ്ടിയാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ അതിനെ കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് പ്ലസിലോട്ട് മൂവ് ചെയ്യില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട്സ് 33% ഓവർ ആവുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വാർണിംഗ് കാണിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി നമ്മൾ മെറ്റ പ്രോംപ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ബ്രോഡിലോട്ട് പോകും. നിങ്ങൾ ബ്രോഡിലോട്ട് പോയി ചെയ്യാനാണ് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മെറ്റയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇത് പെർമിഷൻസ് കൊടുക്കുക. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ആഡ് ക്രിയേറ്റീവ്സ് മാത്രം അപ്പ് ചെയ്യുക, ബാക്കി മെറ്റ ചെയ്തോളും എന്നുള്ള രീതിയിലാണ് മെറ്റ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അൽഗോരിതം അങ്ങനെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എല്ലാ ആഡ്സിനും നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കാവില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ പറയുന്നത്. ഇപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കാം ഇതിൻ്റെ ഒരു റിസൾട്ട്സ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഒരു ബ്രോഡ് ഓഡിയൻസിന് അപ്പീലിംഗ് ആണ്. ഇപ്പോൾ ഇപ്പോൾ ഒരു മെൻ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 18 to 40 അല്ലെങ്കിൽ 50 റേഞ്ച് വരുന്ന മെൻസ്, അത് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് മിക്ക മെൻസിനും അത് ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ ഒരു ബ്രോഡ് ഓഡിയൻസ് ആണെങ്കിൽ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ അഡ്വാൻറ്റേജ് പ്ലസിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം മറ്റേ അത് പ്ലാനിങ് ചെയ്ത് ആ ഒരു ഒപ്റ്റിമൈസേഷൻ തുടങ്ങുമ്പോൾ അവർ കാണിക്കുന്ന ഓഡിയൻസിനൊക്കെ ആ ഒരു പ്രോഡക്റ്റ് അപ്പീലിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ആദ്യം തന്നെ റിസൾട്ട്സ് വന്നു തുടങ്ങും. പക്ഷേ ഇതെങ്ങനെയാണ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് കൂടുതലും ഈ ഡാറ്റാ സെറ്റ്സ് ആണ്. ഡാറ്റാ സെറ്റ്സ് അല്ലെങ്കിൽ പിക്സലാണ്. ഇപ്പോൾ മെറ്റയ്ക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ടൊരു ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ആഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് മെറ്റ ആദ്യം നമ്മളെ ആഡ്സ് നമ്മളിപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത് എന്താണ്, ആഡ് ക്രിയേറ്റീവ് എന്നും ആഡ് കോപ്പി എന്നും മെറ്റ നമ്മളുടെ ഓഡിയൻസ് മീൻസ് നമ്മൾ ഓഡിയൻസ് ഏതാണെന്നൊന്ന് അനലൈസ് ചെയ്യും. പിന്നെ നമ്മൾ ലാൻഡിംഗ് പേജിൽ നിന്നും ഓഡിയൻസ് അത് അനലൈസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അൽഗോരിതം അനലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ഇത് എന്ത് പ്രോഡക്റ്റാണ്, ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണ്, അപ്പോൾ ആ യൂസേഴ്സിൻ്റെ ബിഹേവിയർ എന്താണ്, ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം ഫസ്റ്റ് ലെവൽ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഈ ക്രിയേറ്റീവ്സിൽ നിന്നും, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വീഡിയോസിൽ നിന്നോ ഇമേജസിൽ നിന്നോ അത് അനലൈസ് ചെയ്യും. പിന്നെ നമ്മൾ മുകളിൽ വയ്ക്കുന്നതും ഹെഡ്ലൈൻസ് കൊടുക്കുന്ന ആഡ് കോപ്പീസ് നിന്ന് അനലൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആഡ് കോപ്പീസിലൊക്കെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഓഡിയൻസിനെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു മെൻഷനിങ് ഒക്കെ കൂടുതലും ആഡ് കോപ്പീസിലൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പറയുന്നത്. ഈ ആഡ് ക്രിയേറ്റീവും ആ ലെവലിൽ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെവലിൽ തന്നെ മെറ്റ അത് അനലൈസ് ചെയ്യും നമ്മളുടെ ഓഡിയൻസ് ആരാന്നുള്ളത്. പക്ഷേ എന്നിട്ട് മെറ്റ അവരുടെ ഫ്രണ്ടിൽ അവർക്ക് ആദ്യത്തെ ഒരു ടൈമിൽ മാക്സിമം ഈ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ കാണിക്കും. ഈ ഓഡിയൻസ് ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ലാൻഡിംഗ് പേജിൽ വന്ന് പിന്നീട് മെറ്റ അനലൈസ് ചെയ്യുന്നത് ഇവരുടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ മെറ്റ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ വരുന്ന ഓഡിയൻസ് ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റ് വന്നിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു നമ്മൾ ആഡ് പബ്ലിഷ് ചെയ്തു, ആഡ് ക്ലിക്ക് ചെയ്ത് ഒരു 5 പർച്ചേസസ് നമുക്ക് കിട്ടി. അപ്പോൾ ആ 5 പർച്ചേസസ് ഡാറ്റാ സെറ്റ്സ് ട്രാക്ക് ചെയ്ത് വീണ്ടും ഈ അൽഗോരിതത്തിന് കൊടുക്കും. അപ്പോൾ അൽഗോരിതത്തിന് കുറച്ചുകൂടെ മനസ്സിലായി നമ്മുടെ ഓഡിയൻസ് ആരാന്നുള്ളത്. അപ്പോൾ അതും നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഈ ഒരു ക്രിയേറ്റീവും ആഡ് കോപ്പിയും കൂടെ വെച്ചിട്ട് ഇപ്പോൾ മെറ്റയ്ക്ക് കുറച്ചുകൂടെ മനസ്സിലായി നമ്മുടെ ഓഡിയൻസ് ആരാന്നുള്ളത്. അത് വീണ്ടും ആ കൈൻഡ് ഓഫ് ഓഡിയൻസിൻ്റെ തൊട്ട് അത് ഇറങ്ങും, ടാർഗറ്റ് ചെയ്യാൻ ഇറങ്ങും. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ അത് അനലൈസ് ചെയ്ത് നമ്മളുടെ ഓഡിയൻസിലോട്ട് അനലൈസ് ചെയ്ത് കൂടുതൽ പർച്ചേസസ് ആ മെറ്റ നമ്മൾക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ബാക്ക് ആൻഡ് സിനാരിയോ വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പല നമുക്ക് ഈ മെറ്റ ആഡ്സിൻ്റെ എക്സ്പെർട്സുകളുടെ നമുക്ക് ബ്ലോഗുകളിലും അവരുടെ വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇങ്ങനെ ആ മെറ്റയുടെ ബിഹൈൻഡ് സീൻസ് അല്ലെങ്കിൽ അവരുടെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് മെറ്റയുടെ ഇൻറ്റേർണലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ ഹെവി ആയിട്ട് എക്സ്പെർട്സ് ആയിട്ടുള്ള അതിലുള്ള എക്സ്പെർട്സുകൾക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ മെറ്റയുടെ ഇൻറ്റേർണലായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്കൊരു ഊഹം വെച്ചൊക്കെ നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ ഈ മെറ്റയുടെ ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ഈ ഡാറ്റാ സെറ്റ്സിന് കൂടുതൽ അതിനകത്ത് ഒരു ഈവൻറ്റ്സ് ക്യാപ്ചർ ആവണം. എസ്പെഷ്യലി നമ്മളിപ്പോൾ പർച്ചേസിന് വേണ്ടിയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടത് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ കൂടുതൽ പർച്ചേസസ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 50+ പർച്ചേസസ് ഒക്കെ വരുമ്പോൾ മെറ്റയ്ക്ക് മനസ്സിലാവും നമ്മളുടെ കംപ്ലീറ്റ് ഓഡിയൻസ് ആരാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ബ്രോഡ്
പ്രോഡക്റ്റ് ആണ്, ഇപ്പോൾ ബ്രോഡ് ഓഡിയൻസിന് ടാർഗറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ മേ ബി ഈ ഒരു കാര്യം അഡ്വാൻറ്റേജ് പ്ലസ് ഇട്ടാലും പെട്ടെന്ന് നടക്കും. കാരണം അഡ്വാൻറ്റേജ് പ്ലസ് ഇടുമ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണ് അഡ്വാൻറ്റേജ് പ്ലസ് ഇടണമെങ്കിൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 crore പ്ലസ് ആളുകൾ ആക്റ്റീവായിട്ടുണ്ടെന്ന് വെച്ചു. ഈ 10 crore ആളുകളുടെ ഇടയിലോട്ട് അതങ്ങ് പോവുകയാണ്. അതൊരു ഏജിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, ജെൻഡറിൻ്റെ റെസ്ട്രിക്ഷൻ ഇല്ല, ബിഹേവിയറിൻ്റെയോ ഇൻട്രസ്റ്റിൻ്റെയോ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഓപ്പൺ ചെയ്തങ്ങ് വിടുകയാണ് മെറ്റ. അപ്പോൾ അത് ബ്രോഡ് ആണെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവും. അത് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മെറ്റയ്ക്ക് പെട്ടെന്ന് തന്നെ ആ ഫസ്റ്റ് സ്റ്റേജിലും ആ സെക്കൻഡ് സ്റ്റേജിലും അവരുടെ ക്രിയേറ്റീവ് വെച്ച് നമ്മളുടെ ലാൻഡിംഗ് പേജിൽ വരുന്ന ആക്ടിവിറ്റീസും വെച്ച് പെട്ടെന്ന് തന്നെ 1-2 ദിവസം കൊണ്ട് അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു നിഷ് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മെറ്റയ്ക്ക് പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് ഈ റിസൾട്ട്സ് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ പെറ്റ് ഓണേഴ്സ്, ഇപ്പോൾ ഒരു ഡോഗ് ഓണേഴ്സ് ഇപ്പോൾ ആ പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മൾ ഡോഗ് ഓണേഴ്സിനുള്ള പ്രോഡക്റ്റാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഈ എസ്പെഷ്യലി ഡോഗ് ഉള്ളവർ മാത്രമേ ആ പ്രോഡക്റ്റ് വാങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ബ്രോഡായിട്ട് അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് തന്നെ തുടങ്ങുന്ന സമയത്ത്, ഇനിഷ്യലി നമ്മളൊരു പിക്സലിൻ്റെ ഡാറ്റ സെറ്റ്സിൽ ഒരു ഡാറ്റ ഇല്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗിൽ ഇടുകയാണെങ്കിൽ മെറ്റയ്ക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വരാൻ ചിലപ്പോൾ സമയം എടുക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ഇത് അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗിൽ വർക്കാവും. ഇപ്പോഴത്തെ അൽഗോരിതം കംപ്ലീറ്റ്ലി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ നമ്മൾ കണ്ടുവരുന്ന ഈ രീതിയാണ്, നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നിഷ് ആണെങ്കിൽ അതിനാദ്യം നമ്മൾ മാനുവലി സെറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് കൊടുത്ത് മാനുവൽ ക്യാമ്പയിൻസ് അത് സെറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കുറച്ച് ഡാറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് മാനുവൽ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ മേ ബി നമുക്ക് നല്ല ക്രിയേറ്റീവ്സ്, നല്ല ആഡ് കോപ്പീസ് വെക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് അതിനകത്ത് വരും, ആദ്യത്തെ കുറച്ച് പർച്ചേസസ് വരും. അറ്റ്ലീസ്റ്റ് ഒരു 50 to 100 പർച്ചേസസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിങ്ങിലോട്ട് വിടാം. അതും എൻ്റയർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ആഡ് ക്രിയേറ്റീവിലും ആഡ് കോപ്പിയും ആണ്. ബട്ട് ഒരു ബേസ് സ്റ്റേജിൽ ഈ ഒരു ലെവലിൽ നമുക്ക് ചിന്തിക്കാം. കുറച്ചൊരു 100+ പർച്ചേസസ് ഒക്കെ വന്നതിന് ശേഷം ഇതേപോലത്തെ നിഷായിട്ടുള്ള ഒരു ഓഡിയൻസ് ആണെങ്കിൽ അഡ്വാൻറ്റേജ് പ്ലസിലോട്ട് വിടാം, അതായിരിക്കും ബെറ്റർ. പിന്നെ ഇപ്പോൾ അൽഗോരിതം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ അൽഗോരിതത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നത് അഡ്വാൻറ്റേജ് പ്ലസ്, ഇപ്പം നമ്മൾ മാനുവൽ സെലക്ട് ചെയ്താലും അഡ്വാൻറ്റേജ് പ്ലസ് ഓണായി നിൽക്കും, ഓട്ടോമാറ്റായിട്ട് ഓണായി നിൽക്കും. അങ്ങനെയും പുതിയ അക്കൗണ്ട്സിൽ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഈ മാർക്ക് സക്കർബർഗിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ പുള്ളി പറയാനായിട്ടു, ഇനി അങ്ങോട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ മാത്രം കൊടുത്താൽ മതി, നിങ്ങളുടെ ടാർഗറ്റിങ്ങും കാര്യങ്ങളെല്ലാം മെറ്റ തന്നെ തനിയെ ചെയ്തോളും. അല്ല, നിങ്ങൾ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് മാത്രം കൊടുത്താൽ എന്നാണ് പുള്ളി പറയുന്നത്, ബാക്കിയെല്ലാം മെറ്റ തന്നെ അങ്ങ് ചെയ്തോളും. അപ്പോൾ അവരുടെ അൽഗോരിതം അത്രയും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെറ്റ ഉദ്ദേശിക്കുന്നത് തന്നെ ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിങ്ങും ഈ കംപ്ലീറ്റ് ഓട്ടോമേഷനൊക്കെ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു അഡ്വർടൈസ്മെന്റ് പ്ലാറ്റ്ഫോം ജനകീയമാക്കുക എന്നുള്ളതാണ്. മീൻസ് എൻ്റെ പബ്ലിക്കിനും അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ല, നമ്മളിപ്പോൾ മെറ്റ ആഡ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു നല്ല രീതിയിൽ സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഏജൻസിയുടെയോ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പെർട്ടിൻ്റെ സഹായമൊക്കെ വേണം. ബട്ട് ഇവഞ്ച്വലി അത് മാറ്റി ഏതൊരാൾക്കും വന്ന് പെട്ടെന്ന് അവരുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുക, ജസ്റ്റ് ഓൺ ചെയ്യുക, എൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ഓൺ ആക്കി വയ്ക്കുക, റിസൾട്ട് വരിക. ഈ ഒരു ലെവലിലോട്ട് അവർ മാറ്റണം എന്നുള്ളതാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്നതിനേക്കാളും ഒരു 10 times 100 times റവന്യൂ അവർക്ക് കൂട്ടാൻ പറ്റും. കാരണം ആളുകളെല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് റിസൾട്ട്സ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ബിസിനസ് ഓണേഴ്സൊക്കെ തനി തന്നെ പെട്ടെന്ന് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് അതിനകത്ത് അവർ ആഡ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയാണ് അവരിങ്ങനെ അവരുടെ ആൽഗോരിതം അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ ടോപ്പിക്ക് ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോഴും ട്രൈ ഔട്ട് ചെയ്യാം. ഇപ്പോൾ ബ്രോഡ് ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ ബ്രോഡ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ അഡ്വാൻറ്റേജ് പ്ലസ് സ്റ്റാർട്ട് ചെയ്യാം, എന്നാലും നിങ്ങൾക്ക് റിസൾട്ട്സ് ഉണ്ടാവും. അല്ലാതെ നിഷ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ബിഹേവിയറൊക്കെ വെച്ചിട്ട് ബിഹേവിയർ ഇൻട്രസ്റ്റ് ടാർഗറ്റിംഗ് ഒക്കെ നോക്കി നമുക്ക് മൾട്ടിപ്പിൾ മാനുവൽ ആഡ് സെറ്റ്സ് വെച്ചിട്ട് ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത് പിന്നെ ഇതിനൊരു എൻ്റയർലി ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഇല്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അൽഗോരിതം മാറിക്കൊണ്ടിരിക്കും. മേ ബി ഈ ഞാൻ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിഷിൽ തന്നെ അഡ്വാൻറ്റേജ് പ്ലസിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യുക, മാക്സിമം ടെസ്റ്റ് ഔട്ട് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ആഡ് കോപ്പി തന്നെയാണ്. ആഡ് കോപ്പിയും
ആഡ് ക്രിയേറ്റീവ് ആണ്. അതിലാണ് ഇന്ന് കംപ്ലീറ്റ് ഇതിൻ്റെ മെറ്റാ ആഡ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റിംഗ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പഴയതുപോലെ ഇൻട്രസ്റ്റ് ടാർഗറ്റിങ്ങിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് ഈ ആഡ് ക്രിയേറ്റീവിൻ്റെ ടാർഗറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളുടെ കസ്റ്റമർ അവതാർ ആരാണെന്ന് മനസ്സിലാക്കി ആ കസ്റ്റമർ അവതാറിന് ബേസ്ഡ് ആയിട്ടുള്ള ആംഗിൾസിൽ നമ്മളുടെ ക്രിയേറ്റീവ്സ് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ആ ക്രിയേറ്റീവ്സ് ആണ് ഈ ഡയറക്റ്റായിട്ട് കസ്റ്റമറിൻ്റെ അടുത്ത് സ്പീക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കസ്റ്റമറിൻ്റെ ഒരു ഇംപ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരും, ആക്ടിവിറ്റീസ് അവർ ചെയ്യും. അത് ഡാറ്റ സെറ്റ്സ് ട്രാക്ക് ചെയ്ത് നമ്മുടെ എന്താ പറയുക വീണ്ടും അൽഗോരിതത്തിനടുത്ത് കൊടുക്കും. അപ്പോൾ മെറ്റയ്ക്ക് കുറച്ചുകൂടെ ആ ഒരു നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് എത്താനുള്ള ഒരു ജേണി അവിടെ ഓപ്പൺ ആയി കിട്ടി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൂടുതലും വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതലും നമ്മൾ ഇപ്പോൾ ഈ അഡ്വാൻറ്റേജ് പ്ലസ് അല്ലെങ്കിൽ മാനുവൽ അതൊക്കെ ഒരു ഇനിഷ്യൽ ടൈമിലുള്ള കാര്യമുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു 100+ പർച്ചേസസ് കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് പ്ലസിൽ പോയാൽ നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് ഈ സ്കെയിലിംഗ് സമയത്ത് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഈ ക്രിയേറ്റീവ്സ് ആണ്. അത്യാവശ്യം എല്ലാ ആംഗിൾസിലും നമ്മുടെ കസ്റ്റമർ അവതാറിനുള്ള എല്ലാ ആംഗിൾസിലും ഉള്ള ക്രിയേറ്റീവ്സ് നമ്മളത് വർക്കൗട്ട് ചെയ്ത് അത് കൂടുതലായിട്ട് അവരെ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സ്കെയിലിംഗ് പാർട്ടൊക്കെ നമുക്ക് അങ്ങോട്ടുള്ള പാർട്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള ആൻസർ ഇതാണ്. നമുക്ക് ഒരു ബ്രോഡ് ആണെങ്കിൽ ഇപ്പോഴും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് പ്ലസ് സെലക്ട് ചെയ്യാം. നമ്മൾ എക്സാക്റ്റ് ഒരു ചെറിയൊരു നിഷ് ഓഡിയൻസ് ആണെങ്കിൽ നമ്മൾ അഡ്വാൻറ്റേജ് പ്ലസ് ആദ്യം മാറ്റിയിട്ട് മാനുവൽ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ റിസൾട്ട്സ് കിട്ടുന്നതനുസരിച്ച് അഡ്വാൻറ്റേജ് പ്ലസിലോട്ട് മൂവ് ചെയ്യുക.